2024 എനിക്ക് തിയേറ്ററിൽ കണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട 10 സിനിമകളുടെ കാര്യമാണ് ഇന്ന് പറയുന്നത്. ഈ 10 സിനിമകളിൽ ചിലത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതായേക്കാം, ചിലത് കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും നമുക്ക് ഈ സിനിമകളെ കുറിച്ച് നോക്കാം. നമ്പർ 10 ഗുമസ്തൻ. അമൽ കെ ജോബി ഡയറക്ട് ചെയ്ത് ജെയ്സ് ജോസ്, കൈലാഷ്, അതുപോലെ ഷാജി ശ്രീധർ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ ഒരു ത്രില്ലർ പശ്ചാത്തലത്തോടെ തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. അത്യാവശ്യം തിയേറ്ററുകളിൽ ചലനങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗോടെ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സുകൾ സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നമ്പർ 9 അഡിഗോസ് അമിഗോസ്. സമൂഹത്തില് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ഒരു ദിവസം കണ്ടുമുട്ടുന്നു. രസകരമായിട്ടുള്ള ഒരു കഥ, വലിയ കഥകളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാതെ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ആസിഫ് അലിയുടെ മികച്ച പ്രകടനം, സുരാജ് വഞ്ഞാറമൂടിന്റെ മികച്ച പ്രകടനം. ഈ സിനിമ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. നമ്പർ 8 ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അമല പോൾ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന, ഷറഫുദ്ദീൻ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ഈ ഒരു സിനിമ ലെവൽ ക്രോസ് മികച്ച ഒരു തിയേറ്റർ അനുഭവമാണ് തന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ലെവൽ ക്രോസ് തോന്നിയത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലെവൽ ക്രോസ്. നമ്പർ 7 അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് ഡയറക്ട് ചെയ്ത് ടൊവിനോ തോമസ്, സിദ്ദിഖ്, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളൊരു സിനിമ ഒരു പോലീസ് പശ്ചാത്തലത്തിലൂടെ കുറച്ച് കഥകൾ പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സുകൾ സമ്മാനിക്കുന്ന ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഏകദേശം 8 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ തിയേറ്ററിൽ നിന്നും മാത്രം 40 കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്പർ 6 പ്രേമലു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് അമിത മൈജു, നസ്ലൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ റൊമാന്റിക് കോമഡി എന്റർടൈനർ ഫിലിം 2024 ഏറ്റവും കൂടുതൽ ചിരി സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ മിക്കവാറും ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമയിൽ 9 കോടി ബഡ്ജറ്റിൽ ഇറങ്ങി 136 കോടിയോളം കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു പ്രേമലു. നമ്പർ 5 വാഴ. ആനന്ദ് മേനോൻ ഡയറക്ട് ചെയ്ത വാഴ എന്ന സിനിമയിൽ ഏതാനും ചെറുപ്പക്കാരുടെ കഥ പറയുന്നു. നമ്മുടെ ഈ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണുന്ന സാധാരണ പയ്യന്മാര്, അവരെയൊക്കെ വളർത്തുന്നതിലും ഭേദം വല്ല വാഴ വെക്കുമായിരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവരുടെ ഒരു സാധാരണ ഒരു കഥകളൊക്കെ പറയുന്ന ഒരു സിനിമ വളരെ എൻജോയ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്. ഒരുപാട് കോടി കളക്ഷൻ നേടി, 4 കോടി ബഡ്ജറ്റിൽ ഇറങ്ങി 40 കോടിയോളം കളക്ഷൻ നേടി. ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്നത് സിജു സണ്ണി, ബേസൽ ജോസഫ് തുടങ്ങിയവരാണ്. നമ്പർ 4 കിഷ്കിന്ദ കാണ്ഡം. ദിഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത് ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി വന്ന കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമ തിയേറ്ററിൽ നിന്നൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരുക്കിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ദിഞ്ജിത്ത് അയ്യത്താനാണ്. 7 കോടി കളക്ഷൻ തിയേറ്ററിൽ ഇറങ്ങി 76 കോടിയോളം കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടിയ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്പർ 3 ലക്കി ഭാസ്കർ. വെങ്കി അൾട്ടൂരി ഡയറക്ട് ചെയ്ത് മീനാക്ഷി ചൗധരി, ദുൽഖർ സൽമാൻ തുടങ്ങിയവർ പ്രധാന റോളുകളിൽ വന്ന ഈ സിനിമ 91-92 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ബാങ്കുകളിൽ നടന്ന ഷെയർ മാർക്കറ്റിന്റെ കാര്യങ്ങളും അത്തരത്തിലുള്ള തിരിമറികളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അടിപൊളി ബാങ്കിങ് കഥയാണ്. ദുൽഖർ സൽമാന്റെ പ്രകടനം ഇതിൽ ഒന്നും പറയാനല്ല, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കാവുന്നതാണ്. പക്ഷേ ഈ സിനിമ 100 കോടി കളക്ഷൻ നേടി. പക്ഷേ ഈ സിനിമയ്ക്ക് ഏകദേശം 100 കോടിയോളം ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയ ഒരു സംഭവമായിട്ടൊന്നും ഈ സിനിമ മാറിയിട്ടുണ്ടായിരുന്നില്ല. നമ്പർ 2 ആവേശം. ഫഹദ് ഫാസിൽ, മിന്നിയ, അതായത് 4-5 ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി ഫഹഫ എന്നാ ഉണ്ട് മോനെ എന്നൊക്കെ ചോദിച്ച് പൊടി പറത്തിയ സിനിമയായിരുന്നു ആവേശം. ജിത്തു മാധവൻ ഡയറക്ട് ചെയ്ത് 30 കോടി കളക്ഷനിൽ ഇറങ്ങി 150ഓളം കോടി കളക്ഷൻ തിയേറ്ററിൽ നിന്നും നേടിയ ഈ സിനിമ നമ്മുടെ 2024 ഒരു ആവേശമായിരുന്നു. നമ്പർ 1 ഗോളം. ഇത്ര നല്ല ഒരു ത്രില്ലിംഗ് സിനിമ, എൻഗേജ്മെന്റ് ആയിട്ടുള്ള സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്പർ 1 എന്നുള്ള ഈ ഒരു സ്ഥാനം ഈ സിനിമയ്ക്ക് കൊടുത്തത്. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി നമ്മളെ ആദ്യാവസാനം ഇരുത്തി ആലോചിപ്പിച്ച് ചിന്തിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാൻ തരത്തിൽ പ്രേരിപ്പിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് സംജാദാണ്. രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ,
തുടങ്ങിയവർ പ്രധാന റോളുകളിൽ വന്ന ഈ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച ഒരു അനുഭവമാണ് നേടിയത്. അതിനുശേഷം OTT വന്നിട്ടും ധാരാളം ആളുകൾ ഈ സിനിമ കണ്ട് വളരെയധികം പ്രശംസ നേടിയിരുന്നു. ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 10 സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏത് സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഏതൊക്കെയായിരുന്നു താഴെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് സിനിമകൾ ഞാൻ ഇവിടെ വിട്ടുപോയി. എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ നിന്ന് കണ്ട തലവൻ, അതുപോലെ ടർബോ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരുന്നു. അതുപോലെ ഉള്ളൊഴുക്ക് നല്ലൊരു സിനിമയായിരുന്നു. അതൊക്കെ പറയാൻ വിട്ടുപോയതാണ്. നമ്പർ ടോപ്പ് 10 വരുന്നതാണ്. പക്ഷെ അതിന് ഉള്ളൊഴുക്കും അതുപോലെ ടർബോയും തലവനും ഒക്കെ മികച്ച സിനിമ തന്നെയായിരുന്നു. സോ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ